നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് രണ്ട് ട്രാൻസ്ഫറുകളെ പറ്റിയാണ്. രണ്ട് വിദേശ ട്രാൻസ്ഫറുകൾ രണ്ട് വ്യത്യസ്ത ക്ലബ്ബുകളാണ് നടത്തിയത്. നമ്മൾ ഇന്നലെ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമായിട്ടുള്ള ഹാവിയർ സിവേറിയോ ജംഷഡ്പൂരിലേക്ക് പോയതിനെ പറ്റി സംസാരിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്തുന്നു. ഫെലീസോ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്ററിക്കൻ താരത്തെയാണ് സൈൻ ചെയ്തത്. കോസ്റ്ററിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇൻ്റർനാഷണൽ മത്സരങ്ങളെ കളിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ജനിച്ചതൊക്കെ ജർമ്മനിയിലാണ്. പിന്നെ ജർമ്മനിയുടെ അണ്ടർ 19 അണ്ടർ 20 കാറ്റഗറിയിലൊക്കെ കളിച്ചിരുന്നു. കോസ്റ്ററിക്കയ്ക്ക് വേണ്ടി 5-6 മത്സരങ്ങൾ മറ്റോ ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അതിലും ഹെർത്താ ബെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മനിയിലെ ഒരു പ്രമുഖ ക്ലബ്ബാണ്. അവരുടെ ഒരു അക്കാഡമി വഴി ഉയർന്നു വന്നിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഒരുപാട് ക്ലബ്ബുകൾ, ഏതാണ്ട് 10-15 ക്ലബ്ബുകളോളം ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 32 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരം സിവിയറയ്ക്ക് പകരക്കാരനായി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാം, ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ളൊരു താരമാണ്. അദ്ദേഹം ഏറ്റവും ഒടുവിലൊക്കെ ആയിട്ട് കളിച്ചിട്ടുള്ളത് ചൈനീസ് സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളാണ്. ചൈനീസ് സൂപ്പർ ലീഗിൽ നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക്, നമുക്കറിയാം ഏഷ്യയിലെ ഒരു ടോപ്പ് ലീഗ് തന്നെയാണ് ചൈനീസ് സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിനെ പറ്റി പറയുമ്പം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാന 12 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു ഗോളോ മറ്റോ സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ സീസൺ മൊത്തം നോക്കുമ്പോൾ ഏതാണ്ട് 23 മത്സരത്തിൽ നിന്ന് 7 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റാണ്. അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത് പോളണ്ടിലാണ് എന്നുള്ളതാണ്, പോളിഷ് ടോപ്പ് ഡിവിഷനിലാണ്. അവിടെ അദ്ദേഹം വേണ്ട 87 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകളാണ്. പക്ഷേ ചൈനീസ് സൂപ്പർ ലീഗിലെ ഒരു ഗോളാണ്. ഇപ്പം ഗോൾ പെർ മാച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. 51 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളുകൾ. പിന്നെ അദ്ദേഹം റഷ്യൻ ടോപ്പ് ടയറിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ഒരു നല്ല പ്രൊഫൈലുള്ളൊരു താരമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കിയ സമയത്ത് വളരെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഏതായാലും എതിരാളികൾക്ക് അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് ഡിഫൻസിനൊക്കെ എത്രത്തോളം ഒരു തലവേദന ഉണ്ടാക്കുന്നൊരു താരമാകുമെന്നുള്ളത് നോക്കി കാണാം. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഒരു ബാഴ്സലോണയുടെ ഒരു യൂത്ത് പ്ലെയറെയൊക്കെ കൊണ്ടുവരുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു അത്യാവശ്യം ഒരു പ്രൊഫൈലുള്ള ഒരു താരത്തെ കൂടി ഈസ്റ്റ് ബംഗാൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുംബൈ സിറ്റി എഫ് സിയുടെ കുറച്ചധികം പ്ലേയേഴ്സൊക്കെ പോയിരുന്നു. അപ്പോൾ മുംബൈ സിറ്റി എഫ് സി അവരുടെ ഒരു ഡിഫൻസിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. അപ്പം ഗ്രിഫിത്സ് ആണ് ഡിഫൻസിൽ നിന്ന് പോയിട്ടുള്ള, അദ്ദേഹം ഒരു AFC താരം കൂടിയായിരുന്നു. അപ്പോൾ അതിന് പകരം സിറിയയിൽ നിന്നൊരു താരത്തെ എത്തുന്നു. തൈർ ക്രോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം സിറിയയുടെ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ഇൻ്റർനാഷണൽ പ്ലെയർ എന്നതിലുപരി അദ്ദേഹം അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഏഷ്യൻ കപ്പിലാണെങ്കിലും ഇപ്പം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇറാനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലൊക്കെ അടക്കം അദ്ദേഹം തന്നെയാണ് സിറിയയ്ക്ക് വേണ്ടി ആ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെ, ഒരു നല്ല പ്രൊഫൈലായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പിന്നെ സിറിയൻ പ്രീമിയർ ലീഗിലാണ് അദ്ദേഹം ഇപ്പം കളിച്ചു വന്നിരുന്നത്. അൽ ഫത്വ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണ് അദ്ദേഹം കളിച്ചത്. അതിനു മുമ്പ് അദ്ദേഹം സൗദിയിൽ കളിച്ചിരുന്നു. സൗദിയിലെ സെക്കൻഡ് ടയർ ക്ലബ്ബാണ് അലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലാണ് കളിച്ചത്. പിന്നെ അദ്ദേഹം വിവിധ രാജ്യങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഈ GCC തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ലെബനൻ, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ ടോപ്പ് ലീഗുകളിലൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഏതായാലും അദ്ദേഹം ഒരു ഫസ്റ്റ് ചോയ്സ് CB എന്ന നിലയിൽ മുംബൈ സിറ്റി എഫ് സിയിൽ വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ അങ്ങനെ ഒഫീഷ്യലി ഇത് വന്നിട്ടില്ല. അപ്പം പ്രമുഖ മീഡിയാസൊക്കെ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുംബൈ സിറ്റി എഫ് സി അതിൻ്റെ ഒരു ഹിൻ്റ് എന്ന നിലയിൽ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സിറിയ ഇറാൻ മാച്ച് കാണുന്നതിനെ പറ്റിയൊക്കെയുള്ള തരത്തിൽ. അപ്പം ഒരു ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു അത്യാവശ്യം ഒരു ഏഷ്യൻ പ്ലെയർ എന്ന നിലയിൽ ഇപ്പം സിറിയ നല്ല രീതിയിൽ ഇപ്പം ഈ ഒരു ഏഷ്യൻ കപ്പിൽ പെർഫോം ചെയ്ത ടീമാണ്. ആ ഒരു ടീമിൽ ഒരു സെൻറ്റർ ബാക്ക്, ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ കളിക്കുന്ന ഒരു പ്ലെയർ എത്തിക്കുന്നു എന്നുള്ളത് ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. സോ ദാറ്റ്സ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പൽസറി വരെ കാണിക്കുകയാണെന്ന്